കാടാമ്പുഴ അമ്പലത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഞായറാഴ്ച ലീവ് ആയതുകൊണ്ട് തന്നെ തലേ ദിവസം ശനിയാഴ്ച ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് അമ്പലം വരെ പോയാലോ എന്ന്. പക്ഷേ ഞായറാഴ്ച എല്ലാവരും ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പം ഏതായാലും നമ്മൾ വിചാരിച്ചതല്ലേ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങുമ്പോഴേക്കും 8:30 ആയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഏകദേശം ഒരു 47 കിലോമീറ്റർ ഉണ്ട്. ഒരു 1 hour ട്രാവലിംഗ് ഉണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു 9:48 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ അമ്പലത്തിലെത്തി. ഞാൻ ഏകദേശം ഒരു 8-10 വർഷങ്ങളായി ഇപ്പം കാടാമ്പുഴ അമ്പലത്തിൽ വന്നിട്ട്. അമ്മയും അച്ഛനും അതുപോലെ തന്നെ ഏകദേശം കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതായാലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുട്ടിറക്കാനും ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഇവിടെ മുട്ടിറക്കലിനാണ് എല്ലാവരും വരുന്നത്. അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നമ്മുടെ പാർക്കിംഗ് ഫെസിലിറ്റി നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വഴിപാടുകൾക്കൊക്കെ ചാർജ് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും അച്ഛൻ അവിടെ നിന്ന് അടുത്ത കടയിൽ നിന്ന് തേങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മുട്ടിറക്കാനായിട്ട്. ഞാൻ അത്തേക്ക് കയറിയപ്പം ഞങ്ങൾ വിചാരിച്ചത്ര തിരക്കുണ്ടായിട്ടില്ല. സൺഡേ ആയതുകൊണ്ട് തിരക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മുട്ടിറക്കലിനാണ് അത്യാവശ്യം ക്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം ഇവിടെ വഴിപാട് ഷീട്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് മുട്ടിറക്കലിനുള്ള ഷീട്ട് വാങ്ങണം. അതിനുശേഷം നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ് വേണ്ടത്. മുട്ടിറക്കലിനുള്ള ക്യൂ വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുകയാണെങ്കിൽ ഇനി ലേറ്റ് ആവുമല്ലോ. കാരണം തൊഴാൻ വേണ്ടിയിട്ടും സെപ്പറേറ്റ് ഒരു ക്യൂ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യുമ്പോഴേക്കും ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അച്ഛനെ അവിടെ ക്യൂവിൽ നിർത്തി, മുട്ടിറക്കാനുള്ള ക്യൂവിൽ നിർത്തിയിട്ട് ഞങ്ങൾ 3 പേരും കൂടെ തൊഴാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ തൊഴാൻ പോയപ്പം അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, ക്യൂ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഡയറക്റ്റ് കയറി തൊഴുതിട്ട് പോവാം. അതുപോലെ ഈ വെള്ളത്തിൽ കോയിൻ കിടക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇതിന് മുന്നേ ഞങ്ങളാരും കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു 1-2 പേര് ആദ്യം ഒരാൾ കോയിൻ ഇട്ടപ്പം പിന്നെ ബാക്കിയുള്ളവർ അതുപോലെ ഇങ്ങനെ ചെയ്തതായിരിക്കാം. പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റി. തൊഴുതിറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 12 മണി ആകുമ്പോഴേക്കും അവിടെ ഫുഡ് കൊടുക്കാൻ തുടങ്ങും. പിന്നെ അവിടെയാണ് അത്യാവശ്യം ഒരു തിരക്കുള്ള ഏരിയ. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അടിപൊളി ഫുഡാണ്, നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡിന്. സാധാരണ ഒരു കറിയും അതുപോലെ തന്നെ ഒരു ഉപ്പേരിയും അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് എത്തിയിട്ടും അച്ഛൻ്റെ ക്യൂ ഉള്ളിലെത്തിയിട്ടില്ലായിരുന്നു. സ്ലോയിൽ മാത്രമേ മൂവ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അമ്മ ക്യൂവിൽ നിന്നിട്ട് അച്ഛൻ പിന്നെ പോയി ഫുഡ് കഴിച്ച് വരികയാണ് ചെയ്തത്. അങ്ങനെ ഒരു 1 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ മുട്ടിറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മുട്ടിറക്കാൻ വരുന്നവരാണെങ്കിൽ ഞായറാഴ്ച മാക്സിമം ഒഴിവാക്കുക. നമുക്ക് തൊഴുതിട്ട് ഈസി ആയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും. മുട്ടിറക്കാനാണ് അധിക ടൈം എടുക്കുന്നത്. ഞങ്ങൾ അർത്ഥമുട്ടിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. ഇറങ്ങുന്ന വഴിക്ക് ഇവിടുന്ന് പരിചയപ്പെട്ടൊരു കുട്ടിയാണ്, സിമോളിൽ കൂടെ കുറച്ച് ഇങ്ങനെ കളിക്കണ്ടായി. പിന്നീട് ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.